ഹലോ സുഹൃത്തുക്കളെ, ഫ്രണ്ട്സുകളെ, ഗൈസുകളെ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു നൂറ്റാണ്ടായി വീഡിയോ ഇട്ടിട്ട് അങ്ങനെ ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി ചങ്കിന്റെ ഒരു മെസ്സേജ് വന്നത്. എന്റെ പ്രിയപ്പെട്ട ചങ്ക് പറയുക, ഞാൻ കളിച്ച ഫുട്ബോളിന്റെ ഗെയിം എടുത്ത് നിനക്ക് അയച്ചു തന്നിട്ടുണ്ട്, നീ അത് എഡിറ്റ് ചെയ്തിട്ട് നിന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യണം. അങ്ങനെ ഞാനത് ഏറ്റെടുത്തു സുഹൃത്തുക്കളെ. അതിന്റെ കൂടെ അവ ഇങ്ങനെ കൂടി പറഞ്ഞു, ആ വീഡിയോക്ക് മാക്സിമം 80 ലൈക്ക് എങ്കിലും കിട്ടണമെന്ന്. 80 എന്ന് പറഞ്ഞാൽ നിങ്ങളത് 100 ആക്കും എന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട ചങ്കിന് വേണ്ടി കൊടുക്കൂ സുഹൃത്തുക്കളെ, ഇവിടെ ഒരു ലൈക്ക്. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ ഗെയിമിലോട്ട് കടന്നിരിക്കുകയാണ്. യോ ഗായ്സ്, നമുക്കിവിടെ കരിയർ, ക്ലബ്, ഫ്രണ്ട്ലി ഒക്കെ ഉണ്ട്. ഞാനാണ് ആ ഫ്രണ്ട്ലി പിടിച്ച് ഞെക്കി കേട്ടോ, അതല്ലേ കുറച്ച് വെറൈറ്റി. യോ, നമുക്ക് നമ്മുടെ ടീം പിരിക്കാം, നല്ല സെറ്റ് പ്ലെയേഴ്സിനെയൊക്കെ ഇറക്കാം, ഇങ്ങനെ നല്ല ബെസ്റ്റ് കളിക്കാരെയൊക്കെ വെച്ച് സംഗതി കുശാലാക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ കളി തുടങ്ങിട്ടാ. അതാ നോക്കൂ, നമുക്കിവിടെ കുറച്ച് നല്ല കൺട്രോൾസ് ഒക്കെ ഉണ്ട്. അതാ നോക്കൂ, നമ്മളവിടെ ഗ്രൗണ്ടിലൂടെ തുള്ളി ഓടുകയാണ്. അതാ വീണു. ഓക്കെ, ഇത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഓരോരോ ടീമിനായി നമ്മൾ പാസ് ചെയ്യണം. നമ്മുടെ ടീമിന് അത് തന്നെ സംഭവം, അത് തന്നെ. ഓ ഷിറ്റ്, അതാ നമ്മുടെ എതിരാളി. ഗോൾ അടിക്കരുത്, പിടിച്ചോ. ഹോ, അതൊരു ജസ്റ്റ് മിസ്സായിരുന്നു. പക്ഷെ അവന്മാരിവിടെ ഗോൾ കിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, അതെന്തെങ്കിലും ആവട്ടെ, നമുക്കിങ്ങനെ ജസ്റ്റ് പാസ് ചെയ്യാം. വേഗം ബോള് പിടിക്ക്. ഇതിന്റെ പ്രത്യേകത എന്തെന്നാ, നമ്മുടെ ഏത് പ്ലെയറിനെ വെച്ച് നമുക്ക് കളിക്കാം. സീരിയസ്ലി ഗൈസ്, ഇവിടെ സ്വിച്ച് എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ തൊട്ടാൽ നമ്മുടെ പ്ലെയേഴ്സിനെ ഇങ്ങനെ മാറ്റാം. അല്ല, ഞാൻ ഗെയിമിന്റെ പേര് പറഞ്ഞില്ലല്ലോ. ചിലപ്പോൾ നിങ്ങൾക്കിത് അറിയാമായിരിക്കും, എന്നാലും വീഡിയോ കാണുന്ന അറിയാത്ത ഒരാളെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ, അവർക്ക് വേണ്ടി പറയാം. ഈ തമ്പനയിൽ കണ്ടിട്ടാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കയറിയത്. ചിലപ്പോൾ നിങ്ങൾ ഇത് ഫിഫ തന്നെയാകാം എന്നാകാം ചിന്തിച്ചിരിക്കുന്നത്. സോ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. അതായത് സംഗതി എന്താന്ന് വെച്ചാൽ, ഇത് ഫിഫ അല്ല. അതെ ഗൈസ്, ഇത് ഫിഫ അല്ല. ഫുട്ബോളിന്റെ ഏതാ ഒരു 2K24 അങ്ങനത്തെ ഒരു ഗെയിമാണ്. മുൻപത് 2K23 ആയിരുന്നു, എന്നാൽ ഇപ്പോൾ അത് 2K24 ആയി. സ്വാഭാവികം. ഗുയിസ്, നമുക്ക് ആൾറെഡി 3 ഗോളായിട്ടോ. ഓ മൈ ഗോഡ്, ഞാനിത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം, നമ്മുടെ ഡ്രീം മാച്ച്. ഇന്ത്യക്കും ഒരു ടീം ഉണ്ടായിരുന്നെങ്കിൽ വേൾഡ് കപ്പിനൊക്കെ മത്സരിക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ, നമ്മുടെ ഡ്രീം മാച്ച്, അതിനിവിടെ ഒരു അവസരം ഉണ്ടായിരിക്കുകയാണ്. സോ ഗൈസ്, ഇന്ന് നമ്മളൊരു പൊളിക്കും. ഓക്കെ ഗുയിസ്, ലെബനും എതിർ ടീമും ആൾറെഡി 1 ഗോൾ അടിച്ചുട്ടാ. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിവാശിയേറിയ പോരാട്ടമാണ്. ഇന്ത്യയിൽ നിന്ന് വരുന്ന നമ്മുടെ സ്വന്തം കേരള കുന്നംകുളം ടീംസും, എതിർ ടീമിന്റെ പേരറിയില്ല കേട്ടോ. എന്തോ സ്വിറ്റ്സർലാൻഡോ മസഡോണിയയോ, അത് തന്നെ മസഡോണിയ, അങ്ങനത്തെ എന്തോ പേരാണ്. അതാ വളരെ വാശിയേറിയ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ അധികം പറഞ്ഞു കിട്ടി കൊളാക്കുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടോളൂ ഗൈസ്. ഓ ഗൈസ്, അത് കോർണറിലേക്ക് പോയി. ഇനി നമുക്ക് ഗോൾ അടിക്കണം. ഇവിടെ എന്തും സംഭവിക്കാം. ഈ ഭൂഗോളത്തിൽ ഫുട്ബോൾ ലോകത്ത് എന്തുകൊണ്ടാണ് സെക്കൻഡ് ഹാഫിൽ എന്ത് ചെയ്യുന്നു? എന്തോ കാര്യമായിട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിനിടയ്ക്കൂടെ ഒക്കെ ഒരു ചെറിയ താടി വെച്ച പുള്ളിക്കാരനെ കാണിക്കുന്നുണ്ട്. താടിയല്ല, മീശ. അവർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കിട്ടിയിട്ടോ. എങ്ങനെ ഇരിക്കണം? നമ്മളങ്ങനെ ആവേശകരമായി കുതിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതാ ഒരു ഗോൾ, കുന്നംകുളം ടീംസിന്റെ ഒരു ഗോൾ. വാവ്, വീണ്ടും ഒരു ഗോൾ കിക്ക്. അങ്ങനെ നമ്മൾ വീണ്ടും ആവേശകരമായ പോരാട്ടത്തിലേക്ക്. ഓ മൈ ഗോഡ്,
അതാ ഒരു പുള്ളിക്കാരൻ അവിടെ മന്ദം മന്ദം വീണിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ നമ്മുടെ ടീം എന്ത് ചെയ്യുന്നു? നമ്മളതാ മുന്നോട്ട്, അതാ വീണ്ടും മുന്നോട്ട്, മുന്നോട്ട്, പിന്നോട്ട്, അതാ വീണ്ടും മുന്നോട്ട്. വളരെ അപ്രതീക്ഷിതമായി നമ്മുടെ ടീമിൽ നിന്നൊരാൾ ഗോൾ അടിച്ചിരിക്കുകയാണ്. ആരാണ് അയാൾ? ഇതാണോ ഗുയിസ് പെനാൽഡോ? ഗുയിസ് ഇവിടെ 70 മിനിറ്റ് ആയെന്ന് കാണിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ 60 മിനിറ്റിലേക്ക്, 6 മിനിറ്റിലേക്ക്. ഞാനിത് നേരത്തെ പറഞ്ഞതാണല്ലോ, ഇത് ഞാൻ കളിക്കുന്ന വീഡിയോ അല്ല, എൻ്റെ ചങ്ക് വാട്സപ്പിൽ അയച്ചെത്തി എന്നതാണ്. ഞാൻ ജസ്റ്റ് റിയാക്ട് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, വാട്സപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തെ, നിങ്ങൾക്ക് വാട്സപ്പിലും ഇൻസ്റ്റയിലും എൻ്റെ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. സോ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കുത്തി വെച്ചേക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് കളിക്കാരുടെ പേരുകൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. സോ മാക്സിമം ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഓളിലാക്കി സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കുത്തുവാൾ എടുത്തിരിക്കുകയാണ്. അതുപോലെ ഷെയർ ചെയ്യുക, കമന്റ് ഇടുക. അതിനൊരു എളുപ്പ വഴി പറഞ്ഞു തരാം. നിങ്ങൾക്ക് നെയ്മറിനെ ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇനി മെസ്സിയെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക. റൊണാൾഡോ ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ല, ഇനി എംബാപ്പെ ഇഷ്ടമാണ് കമന്റ് ഇടുക. അതുമല്ല, എല്ലാവരെയും ഇഷ്ടമാണ് എല്ലാം ചെയ്യൂ ഗൈസ്. എന്തിനാ മടിച്ചു നിൽക്കുന്നേ? അതിപ്പോ ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളിതാ അത്യന്തം ആവേശകരമായ സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളതാ കളിയും കഴിഞ്ഞ് തലയും കുനിച്ച് ഗ്രൗണ്ടിലൂടെ നടന്നു പോകുന്നു. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാതിരിക്കുന്നവർക്കിരിക്കട്ടെ ഒരു കുതിര പവർ. വളരെ വിദഗ്ധമായി ചങ്കിന്റെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട പ്ലേയേഴ്സിനെ കമന്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. ജാനിയുടെ കിടുക്കാച്ചി വീഡിയോകൾ വരുന്നുണ്ട്. അപ്പോ ബൈ എന്നാ ശരി. അപ്പോ ഗുയിസ് തള്ള വരുന്നുണ്ട് ട്ടാ. യോ യോ.